അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ വാഖിഅ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 68 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഓതി പഠിക്കാൻ കഴിയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. അഅൻതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. ഒരു ഹംസ മാത്രമേ ഉള്ളൂ, മറ്റേത് അലിഫ് ഹംസ ഫത്ഹ രണ്ടും ഉണ്ട് അല്ലേ. രണ്ടിനും ഒരേ ശബ്ദമാണ് വരുന്നത്. ഓക്കെ. അഅൻതും ഇവിടെ നൂനിന്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല? അൻതും എന്ന് വ്യക്തമാക്കി ഓതില്ല. അവിടെ എന്ത് ചെയ്യും? മറച്ചു മണിച്ചോതും. അതിന് നമ്മളൊരു പേരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് മറച്ചു മണിച്ചോതുന്നതിന് പറയാ? ഇഖ്ഫ എന്നാണ് പറയാ. ഇഖ്ഫ. ഓക്കെ, മറച്ചു മണിച്ചോതു കേട്ടോ. അഅൻതും മീമിനെ വ്യക്തമാക്കി ഓതണം കേട്ടോ. അൻസൽതുമൂഹു. അൻസൽതുമൂഹു. ഇവിടെ നോക്കൂ, ഇവിടെയുണ്ട് ഈ നൂന്. നൂനിന്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. സുക്കൂന് നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം, മറച്ചു മണിച്ചോദനം. ഈ രണ്ട് സ്ഥലത്തും മറച്ചു മണിച്ചോദാനാണുള്ളത്. ഇഖ്ഫ ചെയ്യണം കേട്ടോ. ഓക്കെ. അൻസൽതുമൂഹു. ഇവിടെ വാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക് നീട്ടി കൊടുക്കുക കേട്ടോ. മിനൽ മുസ്നി. മിനൽ മുസ്നി. സൈക്ക് സുക്കൂൻ ഉണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. മുസ് മുസ്. ഓക്കെ. മുസ്നി അം നഹ്നുൽ. അം ഇവിടെയൊക്കെ സുക്കൂന്, മീമിന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്, ഹന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അം നഹ്നു. ഓക്കെ. അം നഹ്നുൽ മുൻസിലൂൻ. ഇവിടെയും നമ്മൾ നൂന്റെ മുകളിൽ സുക്കൂനില്ല. നമ്മളവിടെ മുൻസിലൂൻ എന്ന് ഓതില്ല കേട്ടോ. എങ്ങനെ ഓതും? മറച്ച് മണിച്ചോതും. മുൻ എന്ന് പറയാതെ മറച്ചു പിടിച്ച് മണിച്ചോതും. മുൻസിലൂൻ. ഇതിന് പറയുന്ന പേരെന്താണ്? ഇഖ്ഫ. ഓക്കെ. അടുത്തതായിട്ട് 70-ാമത്തെ ആയത്ത്. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ലൗ നശാഉ. ഇവിടെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം മദ് മുത്തസിലാണ് അല്ലേ. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ മദ് മുത്തസിൽ എന്ന് പറയും. ഇവിടെ 4 മുതൽ 5 ഹറക്കത്തിന്റെ അളവിൽ നമുക്ക് ദീർഘിപ്പിച്ചോതാവുന്നതാണ്. 4 5 അനക്കം ദീർഘിപ്പിച്ചോതാവുന്നതാണ്. ഓക്കെ. ജഅൽനാഹു. അതിന് ശ്രദ്ധിക്കണം കേട്ടോ. ജഅൽനാഹു. നാന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് അലിഫ് ഉണ്ട് അല്ലെ. മദ് അസ്ലി, രണ്ടനക്കം മാത്രം നീട്ടേണ്ട മദ്. ജാന്റെ കൂടെ അലിഫ് വന്നിട്ടുണ്ട് കേട്ടോ. ജാനെ രണ്ടനക്കം നീട്ടി കൊടുക്കണം. അലിഫ് മദ്. ഇവിടെ നോക്കൂ. രണ്ട് ഫത്ഹായി ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് അല്ലെ. ഒരുമിച്ച് ഇങ്ങനെ അല്ല വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം? ജൻ എന്ന് ഓതാൻ കഴിയില്ല നമുക്കവിടെ. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിന്റെയും പല്ലിന്റെയും ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ടേ ഓതുക കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓതാൻ കഴിയും. അവിടെ മറച്ചു പിടിച്ച് മണിച്ചോദണം. ഇഖ്ഫ ആണ് അവിടെ വന്നിരിക്കുന്ന നിയമം കേട്ടോ. ഇഖ്ഫ. ഓക്കെ. മറച്ചു പിടിച്ച് മണിച്ചോതുക. ഉജാജൻ എന്നോതാതെ മറച്ചു പിടിച്ച് മണിച്ചോതുക. ഓക്കെ. ഫലൗല. ലാന രണ്ടനക്ക നീട്ടണം കേട്ടോ. അല്ല അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. ഫലൗല തശ്കുറൂൻ. തഷ്. ഷിന് സുക്കൂന് വന്നിട്ടുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. തശ്കുറൂൻ. നീട്ടി ഓതുക കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് 71-ാമത്തെ ആയത്ത്.
أفرأيتم النار التي تورون അഫറഅയ്തും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് റോയിനെയാണ്. അഫറഅയ്തും അല്ല, റോ. ഓക്കെ. അഫറഅയ്തുമുന്നാറല്ലതി. അപ്പോൾ എന്ത് ചെയ്യണം? നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. നൂനെ നന്നായിട്ട് മണിച്ചു കൊടുക്കണം കേട്ടോ. നൂനെ മണിക്കുകയും വേണം, രണ്ടനക്കം നീട്ടുകയും വേണം. നാറല്ലതി അഫറഅയ്തുമുന്നാറല്ലതി. നാറല്ലതി അല്ല, നാറോ. ഓക്കെ. നാറല്ലതി. ലാമിന് ശ്രദ്ധയുണ്ട്. രണ്ടനക്കം എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിക്കുക കേട്ടോ. നാറല്ലതി. തീ എന്ന് നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ കൂടെ യാ മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കണം കേട്ടോ. യാ മദ്ദാണ്. നാറല്ലതി തൂറൂൻ. ഇവിടെ വാവ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി ഓതി കൊടുക്കുക. തൂറൂൻ. ഓക്കെ. നന്നായിട്ട് നീട്ടി നിർത്തുക കേട്ടോ. മദ് ആരിലാണ്. ഓക്കെ. അടുത്തതായിട്ട് 72-ാമത്തെ ആയത്ത്. أأنتم أنشأتم شجرتها أم نحن المنشئون. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. അഅന്തും, നമ്മുടെ നൂന് സുക്കൂന് മുകളിൽ കാണാത്ത നൂനുകളില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നൂനിനെ നമ്മൾ എന്താ പറഞ്ഞത്? വ്യക്തമാക്കി അൻതും എന്ന് ഓതില്ല. നൂനെ വ്യക്തമാക്കില്ല, പക്ഷെ അവിടെ എന്ത് ചെയ്യും? മറച്ച് മണിച്ചോതും. അതിനാണ് നമ്മൾ ഇഖ്ഫ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മളിവിടെ അഅന്തും എന്ന് മറച്ച് മണിച്ചോതും. അൻശഅ്തും. ഓക്കെ. അവിടെയൊക്കെ മറച്ച് മണിച്ചോതലാണ്, ഇഖ്ഫ ആണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, ഒരു പദത്തിൽ മദ് വന്നു, മറ്റൊരു പദത്തിൽ ഹംസ വന്നു. ഇവിടെ വന്നിരിക്കുന്ന നിയമം ഏതാണ്? മദ് മുൻഫസിലാണ്. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതുന്ന മദ്ദാണ് മദ് മുൻഫസിൽ. ഓക്കെ. ഹന് ഹഫ്സുക്കൂന് കൊടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണേ. നഹ്നു ആണ്, നഹ്നു അല്ല കേട്ടോ. നഹ്നുൽ മുൻഷിഊൻ. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ നിയമം തന്നെ. നൂൻ്റെ മുകളിൽ എന്തില്ല? സുക്കൂനില്ല. മുൻ എന്ന് പറയില്ല. നാവ് മുകളിൽ തട്ടാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ മറച്ച് മണിച്ച് ഓതുന്ന ആ ഒരു രൂപമാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.